सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। यस्यान्तं नादिमध्यं न हि करचरणं नाम गोत्रं न सूत्रं नो जातिर्नैव वर्णो न भवति पुरुषो नो न पुंसं न च स्त्री नाकारं नो विकारं न हि जनिमरणं नास्ति पुण्यं न पापं तत्त्वं नो तत्त्वमेकं सहजसमरसं सद्गुरुं तं नमामि। लक्ष्योल्भ्रष्टसमस्तदुर्गमजनान् सन्मार्गमार्गे नयन् सुस्पष्टामृततत्त्वपूरितगिरा सर्वस्य संचोतग नानाभावविचित्रजीवितरसानुद्बोधयन् सर्वदा ब्रह्मानन्दसुखानुदेशि भगवन् अध्यात्ममूर्ते नमः। योऽन्तःप्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यम्। എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ക്ലാസ് ഔപചാരികമായിട്ട് നമുക്കിങ്ങനെ ആരംഭിക്കാം. പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് ലൈവ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ആൾക്കാർ ഇതിൽ കുറച്ചേ വന്നിട്ടുള്ളൂ. കൂടുതൽ ആൾക്കാരും യൂട്യൂബിൽ പിന്നെ സൗകര്യമായിട്ട് കാണാലോ എന്ന് വിചാരിച്ചിരിക്കും. നമുക്ക് ക്ലാസ് ആകെ നമുക്ക് 1 മണിക്കൂർ സമയമാണ്. നമുക്ക് ആദ്യത്തെ കുറച്ച് സമയം ഇന്നലെ 2 ദിവസം മുമ്പ് പങ്കുവെച്ച നമ്മുടെ മാഹാത്മ്യത്തിലെ ചില ശ്ലോകങ്ങളെ കുറിച്ചിട്ട് കാണും. അതിൽ ചില പദങ്ങൾ ആ വീഡിയോ കണ്ടവരൊക്കെ ഓർമ്മ ഉണ്ടാവുമായിരിക്കും. അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ ക്ലാസ്സിൽ പറയാം, പ്രത്യേകിച്ച് ചില പദങ്ങൾ. അപ്പൊ ആ പദങ്ങളെ കുറിച്ചിട്ടും ആ ശ്ലോകങ്ങളുടെ ചില സന്ദർഭങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒന്ന് സംസാരിച്ച ശേഷം പിന്നെ നമുക്ക് സംശയങ്ങളും ഉള്ളതൊക്കെ ചോദിക്കാനും അത് പങ്കുവെക്കാനുമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് പിന്നീട് സമയമാക്കി. അപ്പൊ ആദ്യത്തെ ഭാഗം നമുക്ക് പറയാനുള്ള ചില ശ്ലോകങ്ങളെയും വാക്കുകളെയും കുറിച്ചിട്ട് പറയാം. നമ്മൾ പറഞ്ഞിരുന്നു പത്മപുരാണത്തിലെ 6 അധ്യായങ്ങളാണ് ഭാഗവത മാഹാത്മ്യമായിട്ട് മുഖ്യമായിട്ടും വർണ്ണിക്കപ്പെടാറുള്ളത്. ഇതുപോലെ തന്നെയാണ് സ്കന്ദപുരാണത്തിലും 3-4 അധ്യായങ്ങളായിട്ടുണ്ട്. അത് പക്ഷെ അധികം ചർച്ച ചെയ്യാറില്ല. അപ്പൊ നമുക്ക് ഈ 6 അധ്യായങ്ങളുടെ ഭാഗം കഴിഞ്ഞതിന് ശേഷം സ്കന്ദപുരാണത്തിലെ 4 അധ്യായവും കൂടി കാണും. അതുകൂടി കാണുമ്പോഴാണ് ഭാഗവത മാഹാത്മ്യം പൂർണ്ണമാവുക. മാത്രമല്ല അതിൽ നല്ല രസമുള്ള കുറെ ചിത്രങ്ങളുണ്ട്. നമ്മൾ ഭാഗവതത്തിലേക്ക് മാത്രമല്ല മറ്റ് ശാസ്ത്രങ്ങൾ പഠിക്കേണ്ടിടത്തേക്കും കൂടി നമുക്ക് മനസ്സിലാക്കേണ്ട പല വിഷയങ്ങളും സ്കന്ദപുരാണത്തിൽ. അപ്പൊ അത് രണ്ടും ഇത് കഴിഞ്ഞാൽ അതും കൂടി നമുക്ക് കണ്ടിട്ട് ഭാഗവതത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നലെ നമ്മൾ പങ്കുവെച്ച വീഡിയോയിൽ, നമ്മുടെ മാഹാത്മ്യത്തിന്റെ 1-ാം ഭാഗത്തെ വീഡിയോയിൽ ആദ്യത്തെ ശ്ലോകം നമ്മൾ പറഞ്ഞത് നൈമിഷയ സൂതമാസീനം അഭിവാദ്യ മഹാമതി കഥാമൃത രസാസ്വാദ കുശല ശൗനകോ അബ്രവീത്. ഈ വാക്ക് നമ്മൾ പറഞ്ഞു മഹാദേവനാണ് ഈ ശ്ലോകം ഉദ്ധരിക്കുന്നത്. ഇതിന് മുമ്പ് 2 ശ്ലോകങ്ങൾ വേറെ ഉണ്ട്. പാർവതി ദേവി പറയുന്നതായിട്ട് 2-3 ശ്ലോകങ്ങൾ പത്മപുരാണത്തിൽ ഈ അധ്യായത്തിലുണ്ട്. അപ്പൊ അതില് ദേവി ചോദിക്കുകയാണ്, ഭഗവത്ഗീത കേട്ടല്ലോ, ഇനി എനിക്ക് ഭാഗവതത്തെ കുറിച്ച് കേൾക്കണം എന്ന് പറയുമ്പോൾ മറുപടിയായിട്ട് മഹാദേവനാണ് ഈ വാക്ക് പറഞ്ഞത്. അപ്പൊ ശൗനക മഹർഷിയെ കുറിച്ചിട്ട് മഹാദേവൻ കൊടുക്കുന്ന വിശേഷണമാണ് ആദ്യത്തെ വാക്ക്. കഥാമൃത രസാസ്വാദ കുശല ശൗനക അബ്രവീത്. കഥാമൃത രസാസ്വാദ കുശലനായ ശൗനക മഹർഷി പറഞ്ഞു എന്ന്. ഇവിടെ ആ വാക്കുകളൊക്കെ ഒന്ന് പിരിച്ച് നമ്മൾ നല്ലോണം മനസ്സിലാക്കേണ്ടതാണ്. ഒന്ന് കഥാമൃത രസാസ്വാദ കുശല. ഈ വാക്കുകൾക്ക് പിരിച്ചാൽ കഥയുണ്ട്, കഥയുടെ അമൃതമുണ്ട്, കഥയുടെ രസമുണ്ട്. ഈ അമൃതത്തെയും രസത്തെയും ആസ്വദിക്കുന്ന കുശലനായ ആളും ഇത്രയും ആ പദത്തിലുണ്ട്. ഓരോ പദവും നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ്.
അതുകൊണ്ട് ഓരോന്നും എടുത്തു പോയത്. അപ്പൊ അതിൽ ആദ്യത്തെ വാക്ക്, ഇതിൽ മനസ്സിലാക്കേണ്ട ആദ്യത്തെ വാക്ക് കൗശലം എന്നാണ്. നമ്മൾ പൊതുവെ കുറുക്കന്റെ പേരിലാണ് ഈ കൗശലം എന്ന വാക്ക് കൂടുതലും കേൾക്കാറുള്ളത്. കുറുക്കൻ, കുറുക്കന്റെ കൗശലം. കൗശലം എന്ന വാക്ക് നമ്മൾ അങ്ങനെ ഉപയോഗിച്ചിട്ട് ഒരു കുറച്ചൊരു മോശമായ രീതിയിലുള്ള അതിസാമർഥ്യം എന്നോ ദുസ്സാമർഥ്യം എന്നോ ഒക്കെയുള്ള അർത്ഥത്തില് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. വാസ്തവത്തില് കൗശലം എന്ന വാക്ക് സംസ്കൃതത്തിൽ ഉണ്ടായി വന്നത് രസമായിട്ടുള്ള കുശ എന്ന് പറഞ്ഞ സംസ്കൃതത്തില് ഒരു പദമുണ്ട്. കുശ എന്ന് പറഞ്ഞ ഒരു പുല്ലാണ്. ഈ ദർഭപ്പുല്ല് പോലെ നമ്മള് പൂജകൾക്കും ചടങ്ങുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു പുല്ലിന്റെ പേരാണ് കുശപ്പുല്ല്. ഈ കുശപ്പുല്ല് ദർഭപ്പുല്ല് പോലെ, ദർഭപ്പുല്ല് നമ്മൾ അമ്പലങ്ങളിലൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ അഗ്രഭാഗം നല്ല മൂർച്ചയാണ്. അപ്പൊ നമ്മളിങ്ങനെ കൈ കൊണ്ടൊക്കെ എടുക്കുമ്പോൾ വിരല് മുറിയാവാനൊക്കെ സാധ്യതയുണ്ട്. ഈ കുശപ്പുല്ല് ദർഭപ്പുല്ലിനേക്കാൾ മൂർച്ചയാണ്. വളരെ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ കൈയൊക്കെ വേഗം മുറിവ് വരും. ഈ കുശപ്പുല്ല് കൈകാര്യം ചെയ്യുന്നതിൽ സമർത്ഥനായ ആളാണ് കൗശലൻ. അയാള് അഥവാ കുശലത്വം എന്ന് പറയുന്നത് കുശപ്പുല്ല് കൈകാര്യം ചെയ്യുക എന്നുള്ളത്. അങ്ങനെയാണ് ആ വാക്കുണ്ടായി വന്നത്. അപ്പൊ എന്താ അതിന്റെ പ്രത്യേകത വെച്ചാൽ അതിന്റെ അഗ്രഭാഗം പൊട്ടിപ്പോയത്. അതായത് പുല്ലിന്റെ തലഭാഗം മുറിഞ്ഞു പോകാൻ പാടില്ല, കൈ മുറിയാനും പാടില്ല, ഉപയോഗിക്കുന്ന ആളുടെ കൈ മുറിയാനും പാടില്ല. അങ്ങനെ സ്വന്തം കൈ മുറിഞ്ഞ് രക്തം വരാതെ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ അശുദ്ധമാവുമല്ലോ, പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ കൈ മുറിഞ്ഞ് രക്തം വരാതെ ഒപ്പം ആ പുല്ലിന്റെ തലഭാഗം പൊട്ടിപ്പോവുകയും ചെയ്യാതെ അത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നയാളാണ് കുശലൻ എന്ന വാക്ക്. എന്ന് വെച്ചാൽ അതിനർത്ഥം വളരെ എഫിഷ്യന്റ് ആയിട്ട് ആ ഒരു കാര്യം ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുന്ന ആള് എന്നാണ് ശരിക്കും പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം, കുശലൻ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ ആ വാക്ക് പലപ്പോഴും കുറുക്കന്റെ പേരിലൊക്കെ ഇട്ടിട്ട് അതിനെ ഒരു നെഗറ്റീവ് അർത്ഥം ഉണ്ടാക്കി വന്നിട്ടുണ്ട്. ശരിക്കും അതിന്റെ അർത്ഥം വളരെ സമർത്ഥൻ, കൗശലം. ഇനി അത് തന്നെയുള്ള അടുത്ത രണ്ട് വാക്കുകൾ, ഒന്ന് കഥയുടെ അമൃതവും കഥയുടെ രസവും. ഈ രണ്ട് വാക്കുകൾ. അമൃതം, നമ്മൾ ആ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഗുണപാഠം അഥവാ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട, ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട പാഠം എന്താണോ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട പാഠം എന്താണോ, അതാണ് കഥയുടെ അമൃതം. കഥയുടെ രസം എന്ന് പറഞ്ഞാലോ, നമ്മൾ നാടകീയമായ രംഗങ്ങളൊക്കെ പറയുന്ന സമയത്ത് ആ രംഗങ്ങളെ അതേപോലെ ഭാവനയിൽ കാണാൻ, കണ്ടിട്ട് അതിനെ ആസ്വദിക്കാനുമുള്ള കഴിവാണ് രസം, ആസ്വദിക്കുക. അപ്പോ ഇവിടെ ശൗനകന്റെ യോഗ്യതയാണ് കഥാ അമൃത, കഥാരസ ആസ്വാദ കുശല. കഥയുടെ അമൃതവും കഥയുടെ രസവും കൈമോശം വരാതെ അത് ആസ്വദിക്കാൻ കൗശലമുള്ളയാളാണ്. ഈ ഗുണം നമുക്ക് അടിസ്ഥാനമായിട്ട് നമുക്കൊക്കെ ഉണ്ടാവേണ്ടതാണ്. ഇപ്പൊ നമ്മളൊരു പ്രഭാഷണം കേൾക്കുമ്പോൾ, ഒരു ഭാഗവതം പഠിക്കുകയാണ്, സ്വാമിജി ഇതേ സമയത്ത് മഹാഭാരതം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മുമ്പ് സ്വാമി രാമായണം പറയുന്നുണ്ട്, ഭഗവത്ഗീത പറയുന്നുണ്ട്, ഉപനിഷത്തുകൾ പറയുന്നുണ്ട്. ഇതുപോലെ ആചാര്യന്മാരുടെ അടുത്ത് നിന്ന്, ഗുരുക്കന്മാരുടെ അടുത്ത് നിന്ന്, ഗുരു പരമ്പരയിൽ നിന്ന് നമ്മൾ ഒരു പാഠം പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രഭാഷണം കേൾക്കുമ്പോൾ, ഒരു ക്ലാസ് കേൾക്കുമ്പോൾ, നമ്മൾ അതിൽ ഈ രണ്ട് പോയിന്റും ഉണ്ടാവും, രണ്ട് കാര്യങ്ങളുണ്ടാവും. കഥയുടെ അമൃതവും ഉണ്ടാവും, കഥയുടെ രസവും ഉണ്ടാവും. ബഹുഭൂരിപക്ഷം ആളുകളും ഇതിൽ ഏതെങ്കിലും ഒന്നിൽ കുടുങ്ങിപ്പോകും. ചിലര് ആളുകൾ അതിന്റെ രസം മാത്രം ആസ്വദിച്ച് ഭാവനയും അതിന്റെ നാടകീയതയും അതിന്റെ രസകരമായ ഉദാഹരണങ്ങളും ഒക്കെ ആസ്വദിച്ച് അതിൽ മാത്രം ഇരിക്കും. ചില ആളുകൾ അതൊക്കെ ബോറാണ്, അങ്ങനെ വലിച്ചു നീട്ടിയിട്ട് ഇപ്പോഴത്തെ മോഡേൺ ഭാഷയിൽ പറഞ്ഞ വളരെ ക്രിഞ്ചാണ്, അതുകൊണ്ട് അത് വേണ്ട, കാര്യം മാത്രം പ്രസക്തമായിട്ട് കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്ന്. അപ്പോ എല്ലാവർക്കും അത് അതേപോലെ ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. ഈ കഥയുടെ അമൃതം മാത്രമായാലും പോരാ, രസം മാത്രമായാലും പോരാ, ഇത് രണ്ടും പാകം പോലെ ചേർക്കുകയും വേണം. ചേർത്താൽ മാത്രം പോരാ, ഇതിനെ വേർതിരിച്ച് മനസ്സിലാക്കി അമൃതത്തെ അത് ബുദ്ധിയിലേക്ക്, ഹൃദയത്തിലേക്ക് എടുക്കുകയും വേണം. രസം വെറും ഭാവനയായി കണ്ട് ചിരിച്ച് ആസ്വദിക്കുകയും വേണം. ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കുകയും വേണം, എന്നിട്ടോ ഒന്നിച്ച് ഉൾക്കൊള്ളുന്നത്. ഈ കുശപ്പുല്ല് അങ്ങനെയാണ് കൈകാര്യം ചെയ്യാറ്. അതുകൊണ്ടാണ് ഇവിടെ കുശലൻ എന്ന വാക്കിന് ഇവിടെ വളരെ പ്രസക്തി വന്നത്. ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ദർഭപ്പുല്ലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ 1, 2 പുല്ല് അല്ലെങ്കിൽ 3 പുല്ല് ചിലപ്പോൾ അങ്ങനെ എടുത്തിട്ട് ഒരുമിച്ച് അങ്ങനെ പിരിക്കും. എന്നിട്ട് പിരിച്ചിട്ട് അത് ഒരുമിച്ച് ഉപയോഗിക്കും. അത് വേറെ വേറെയാണ്. 2 പുല്ല്, അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 5 7
വേറെയാണ്, പക്ഷെ അതിന് ഒരുമിച്ച്. അതുപോലെ കഥയുടെ അമൃതവും വേറെയാണ്, രസവും വേറെയാണ്, പക്ഷെ അതിനെ ഒരുമിച്ച് ചേർത്ത് ഇങ്ങനെയാണ് നമുക്ക് ഭാഗവതത്തിൽ ഒരുവിധം എല്ലാ പുരാണങ്ങളിലും ഇങ്ങനെയാണ് പറഞ്ഞു തരുന്നത്. ഭാഗവതം പൂർണ്ണമായും ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് ഇപ്പൊ കുട്ടികളൊക്കെ കഥയൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ നഴ്സറി കുട്ടികളൊക്കെ കഥ പറഞ്ഞിട്ട് പറയില്ലേ ഈ കഥയുടെ ഗുണപാഠം. ഭാഗവതത്തിൽ അങ്ങനെ വളരെ വളരെ അപൂർവ സ്ഥലങ്ങളിൽ മാത്രമാണ് കഥയുടെ ഗുണപാഠം ഇന്നതാണ് എന്ന് നമ്മളോട് എടുത്തു പറയും. അതുകൊണ്ട് മിക്കവാറും സന്ദർഭങ്ങളിൽ നമ്മൾ കഥയുടെ അമൃതവും രസവും ഇഴചേർത്തിട്ടാണ് തരുന്നത്. നമ്മളത് തിരിച്ച് മനസ്സിലാക്കുകയും വേണം, അതേസമയം രണ്ടും കൂടി ഒരുമിച്ച് ഉൾക്കൊള്ളുകയും വേണം. അതിനുവേണ്ടിയാണ്, അതിന് സമർത്ഥനായ ആളാണ് എന്ന അർത്ഥത്തിലാണ് ശൗനക മഹർഷിയെ ഇവിടെ നമ്മുടെ മുമ്പിൽ ഈ ഒരു വിശേഷണം മഹാദേവൻ ശൗനക മഹർഷിക്ക് ആ വിശേഷണം കൊടുത്തത് കഥാമൃത രസാസ്വാദ കുശലൻ. ഈ കഥാമൃത രസാസ്വാദ കുശലത്വം നമ്മളൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ട ഗുണമാണ്. നമുക്കൊക്കെ അത് ഉണ്ടാവേണ്ടതാണ്. അത് ഉണ്ടാവുമ്പോഴാണ് ഭാഗവതം ആസ്വദിക്കാൻ പറ്റുക, പ്രഭാഷണങ്ങൾ ആസ്വദിക്കാൻ പറ്റുക, മറ്റുള്ള ആളുകളുടെ കഥകൾ ആസ്വദിക്കാൻ പറ്റുക. ഇതൊക്കെ ആസ്വദിക്കുകയും വേണം, അതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം എടുക്കാൻ വേണം. ഉദാഹരണങ്ങൾ പറയുമ്പോൾ ഉദാഹരണമായിട്ട് അത് മനസ്സിലാക്കിയിട്ട് കാര്യത്തെ നമ്മൾ ഉൾക്കൊള്ളാൻ വേണം. അത് രണ്ടിനുള്ള സാമർഥ്യം ഉണ്ടാവണമെന്ന്. കഥാമൃത രസാസ്വാദ കുശല ശൗനക ശൗനകൻ പറഞ്ഞു. ഇനി അടുത്തത് സൂത ഉവാച എന്നാണ് തുടങ്ങുന്നത്. സൂതൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ സൂതനെയും നമ്മളൊന്ന് പരിചയപ്പെടുത്താറുണ്ട്. ഇന്നലെ മഹാഭാരതം ഇന്നലെ കേട്ടുള്ള ആൾക്കാർക്ക് അറിയാം. സ്വാമിജി ഇന്നലെ മഹാഭാരതത്തില് ഈ സൂതനെ കുറിച്ചിട്ട് പറയണ്ടായി. ഭാഗവതത്തില് 2 സൂതന്മാരുണ്ട്, മഹാഭാരതത്തിൽ ഒരാളെയാണ്. ഇവിടെ 2 പേരുടെ കാര്യം പറയുന്നുണ്ട്. ഉഗ്രശ്രവസ്, രോമഹർഷൺ. രോമഹർഷണന്റെ പുത്രനാണ് ഉഗ്രശ്രവസ് എന്ന സൂതൻ. ഇവിടെ നമ്മുടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നയാളുടെ പേര് ഉഗ്രശ്രവസ് എന്നാണ്. രോമഹർഷണന്റെ പുത്രനാണ് അദ്ദേഹം. രോമഹർഷണനെ സ്വാമിജി നേരെ പറയുന്നു, അദ്ദേഹത്തിന് കഥ പറയുമ്പോൾ മറ്റുള്ളവരുടെ കഥ പങ്കുവെക്കുമ്പോൾ സ്വയം രോമാഞ്ചം ഉണ്ടാവുന്നു. അദ്ദേഹം കഥയുടെ സങ്കല്പങ്ങൾ അങ്ങനെ ആസ്വദിച്ചിട്ട് രോമാഞ്ചം ഉണ്ടാവുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പേര് കിട്ടിയതെന്ന് പറയാറുണ്ട്. ഏതായാലും രോമഹർഷണനും ഉഗ്രശ്രവസും ഒക്കെ ശ്രീശുക ബ്രഹ്മർഷിയുടെയും വേദവ്യാസന്റെയും ഒക്കെ ശിഷ്യന്മാരാണ്. അപ്പൊ സൂതന്മാർ 2 വിഭാഗമുണ്ട്. ഒന്ന് തേര് തെളിക്കുന്ന സൂതന്മാരാണ്, ഇനി ഒന്ന് ഈ ഇതുപോലെ കഥ പറയുന്നു. ഈ ഭാഗവതത്തിൽ തന്നെ 1-2 സ്ഥലങ്ങളിലൊക്കെ ഈ സൂതൻ എന്ന വാക്കിനെ പറയുന്ന സമയത്ത് വിലോമ ജാതി എന്ന് പറയുന്നു. നമ്മുടെ പഴയ ചാതുർവർണ്ണ വ്യവസ്ഥ അനുസരിച്ചിട്ട് വിലോമ ജാതിയിൽപ്പെട്ട ആൾക്കാരാണ്. അതായത് സാധാരണ വിധിച്ചിട്ടുള്ള ക്രമം അനുസരിച്ച് സമാന വർണ്ണത്തിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്കാണ് വിവാഹം കഴിക്കാൻ യോഗ്യത. ഒരേ വർണ്ണത്തിൽപ്പെട്ടവരാണ് തമ്മിൽ വിവാഹം കഴിക്കുന്നത്. ഇനി ചില സന്ദർഭങ്ങളിൽ മുകളിലുള്ള വർണ്ണത്തിലുള്ള പുരുഷൻ തൊട്ട് താഴെയുള്ള വർണ്ണങ്ങളിലുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കുന്ന സന്ദർഭവും ചിലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോഴും ബുദ്ധിമുട്ടില്ല, കാരണം ആ സ്ത്രീയുടെ വർണ്ണം ഏതാണോ ആ വർണ്ണത്തിലുള്ളതാണ് പുത്രനായിട്ട് അംഗീകരിക്കാറുണ്ട്. ചിലടത്ത് തിരിച്ചും വരും, ഇങ്ങനെ വരും. പക്ഷെ ഇത് നേരെ തിരിച്ചായി പോയാൽ മുകളിലുള്ള വർണ്ണത്തിലുള്ള സ്ത്രീ, ഇപ്പൊ ബ്രാഹ്മണ സ്ത്രീ ക്ഷത്രിയ പുരുഷനെ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ ക്ഷത്രിയ സ്ത്രീ വൈശ്യ ശൂദ്ര വിഭാഗങ്ങളിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ വിവാഹം കഴിക്കുക, ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഒരു വിലോമജാതി, അവിടെ ഒരു പ്രതികൂലമായ ഒരു സാഹചര്യം ഉണ്ടായി. ആ ആളെ ഏത് വർണ്ണത്തിൽ പെടുത്തണം എന്നുള്ളത് അന്നത്തെ കാലത്ത് ഒരു തർക്ക വിഷയം. നമ്മള് വർണ്ണത്തെ കുറിച്ചും വർണ്ണ വിഭാഗങ്ങളെ കുറിച്ചും അതെങ്ങനെ ഉണ്ടാവണം എന്നുള്ളതൊക്കെ ഇനി ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്. നിലവില് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് തർക്കങ്ങളും ഒരുപാട് ചർച്ചകളും ഒക്കെ പല രീതിയിലുണ്ട്. അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്നുണ്ട്. ആ സമയത്ത് ചർച്ച ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മളത് വിഷയമല്ലാത്തതുകൊണ്ട് അതിപ്പോ പറയുന്നില്ല, നമുക്ക് ആ സമയത്തേക്ക് വരാം. ഇനി പഞ്ചമസ്കന്ധത്തിലൊക്കെ അത് വരുന്നുണ്ട്. പിന്നെ ചാതുർവർണ്ണയത്തെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്, എങ്ങനെയാണ് വർണ്ണ വ്യവസ്ഥകൾ ഉണ്ടായത് എന്നുള്ളത് തൃതീയ സ്കന്ധത്തിൽ വരുന്നുണ്ട്. അതൊക്കെ ആ സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോ ഇവിടെ പറഞ്ഞു വരാനുള്ള വിഷയം, ഈ വർണ്ണത്തിന്റെ ക്രമത്തിൽ ബ്രാഹ്മണ വർണ്ണത്തിൽപ്പെട്ട സ്ത്രീയെ ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ട പുരുഷൻ വിവാഹം കഴിച്ചാല് അപ്പൊ അവിടെ ഉണ്ടാവുന്ന പുത്രൻ അല്ലെങ്കിൽ പുത്രി അവര് സൂതന്മാരാണ്. അപ്പൊ അന്നത്തെ വിധി അനുസരിച്ചിട്ട് ബ്രാഹ്മണരുടെ ശാസ്ത്രങ്ങളും അവർക്ക് പഠിക്കാം, ക്ഷത്രിയരുടെ ശാസ്ത്രങ്ങളും അവർക്ക് പഠിക്കാം. പക്ഷെ ക്ഷത്രിയനെ പോലെ യുദ്ധം ചെയ്യാനും പാടില്ല, ബ്രാഹ്മണനെ പോലെ വൈദിക കർമ്മ അനുഷ്ഠാനങ്ങൾ ചെയ്യാനും പാടില്ല. യാഗങ്ങൾ അതുപോലുള്ള അനുഷ്ഠാനങ്ങൾ ചെയ്യാനും പറ്റില്ല. അപ്പൊ ഇവര് ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചത് പിന്നെ ഇവിടെ എന്ത് ചെയ്യും,
അപ്പൊ അവര് സമൂഹത്തിൽ അവർക്കൊരു പ്രത്യേക സ്ഥാനം കൊടുത്തു. അവരാണ് സൂതന്മാരായത്. ഈ സൂതന്മാർക്ക് ബ്രാഹ്മണരെയും ക്ഷത്രിയന്മാരെയും വിമർശിക്കുകയും സാമൂഹിക വിമർശനത്തിലൂടെ അവരുടെ സമൂഹത്തിലുള്ള ഈ ശാസ്ത്ര വിഷയങ്ങളെ വേണ്ട ഈ വിധത്തിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തമാശകളിലൂടെയോ അല്ലെങ്കിൽ കഥകളിലൂടെയോ ശാസ്ത്ര പ്രവചനങ്ങളിലൂടെയോ ഒക്കെ അവര് വിഷയങ്ങൾ അവതരിപ്പിക്കും. കേരളത്തില് അതിന് ഒരു ഉദാഹരണമാണ് ചാക്യാർമാർ. ചാക്യാർ എന്നുള്ളൊരു സമുദായമായിട്ടുണ്ട്. അവരൊക്കെ ഈ ഇതുപോലൊരു സൂത വിഭാഗമാണ്. അവര് ശാസ്ത്രമൊക്കെ അറിയാം, നന്നായിട്ട് ശാസ്ത്രം അറിയാം, ശാസ്ത്രമൊക്കെ പഠിക്കണം. എന്നിട്ട് അത് ചാക്യാർകൂത്ത് എന്നുള്ളത് കേവലം ഒരു ക്ഷേത്ര അനുഷ്ഠാന കല മാത്രമല്ല, ഇന്നത്തെ കാലത്ത് ഒരു ഒന്നാന്തര സാമൂഹിക വിമർശനമാണ്. അത് പ്രബലമായിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തില് സാമൂഹിക വിമർശനവുമാണ്. പല സമയങ്ങളിലും രാഷ്ട്രതന്ത്രത്തില് രാജാക്കന്മാരുടെ ഭരണത്തിൽ വരെ ഈ ഇവരുടെ വാക്കുകൾക്ക് പ്രസക്തിയില്ല. മാത്രമല്ല കൊട്ടാരത്തിലൊക്കെ കൊട്ടാരം വിദൂഷകന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് പലരെയും ഉണ്ടാവുന്നു. അതും വാസ്തവത്തിൽ ഇതുപോലുള്ള ആളുകളാണ് ഉണ്ടാവുന്നത്. കേരളത്തിലല്ല, ഭാരതത്തിലുടനീളം. കാരണം അവരുടെ ഉത്തരവാദിത്വമാണ് രാജാവിന്റെ അടുത്ത് വരുന്ന വീഴ്ചകള് അതൊക്കെ തിരുത്തി. കാരണം അവർക്ക് ക്ഷാത്രധർമ്മവും അറിയാം, അതേപോലെ ബ്രാഹ്മണ ധർമ്മവും അറിയാം, ശാസ്ത്രങ്ങളിൽ നന്നായിട്ട് പാണ്ഡിത്യമുണ്ട്. അപ്പൊ അത് ആ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. ഇവിടെ നമ്മുടെ ഉഗ്രശ്രവസും രോമഹർഷനും ഒക്കെ ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ശാസ്ത്രത്തെ നന്നായിട്ട് അറിയാം, ക്ഷാത്രധർമ്മവും അറിയാം, ബ്രാഹ്മണ ധർമ്മവും അറിയാം, മറ്റുള്ള ധർമ്മങ്ങളെ കുറിച്ചിട്ട് സാമാന്യമായ അറിവുണ്ടാവും. ആ ശാസ്ത്രത്തെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അവരിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ദൗത്യം. ഇനി മറ്റൊരു വിഭാഗം സൂതന്മാരും കൂടി ഉണ്ട്. അവര് ക്ഷത്രിയ സ്ത്രീകള്, അതിൽ താഴെയുള്ള വർണ്ണങ്ങളിൽപ്പെട്ട പുരുഷന്മാരെ വിവാഹം കഴിച്ചാൽ അവരിൽ ഉണ്ടാവുന്നവരാണ്. അപ്പൊ അവർക്ക് ക്ഷത്രിയന്മാരെ പോലെ യുദ്ധം ചെയ്യാൻ പാടില്ല. പക്ഷെ തേര് തെളിക്കാനും ആയുധങ്ങളുടെ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്നത് ആ സൂതന്മാർ. നമ്മുടെ ഇവിടുത്തെ വിഷയമാണ്. അപ്പൊ ഈ സൂതൻ എന്നുള്ളത് വാസ്തവത്തിൽ വളരെ ഉന്നതമായ ഒരു സ്ഥാനം കൊടുത്ത് അലങ്കരിച്ചിരുന്ന വിഭാഗമാണ് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അങ്ങനെയുള്ള സൂതനാണ് ഇവിടെ നൈമിശാരണ്യത്തിൽ എത്തിയത്. ഇനി ശൗനക മഹർഷിയെ കുറിച്ചും കൂടി നമുക്ക് പറയാനുണ്ട്. നമ്മുടെ ഭാഗവതത്തിലെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ശൗനകനെ കാണിച്ചു തരുന്നുണ്ട്. വൃദ്ധ കുലപതി ശൗനകൻ എന്നാണ്. അദ്ദേഹം വളരെ വൃദ്ധനുമാണ്, കുലപതിയുമാണ്. കുലപതി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ടേംസ് ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ എന്നൊക്കെ പറയും. അതുപോലെ കുലം എന്ന് പറയുന്നത് ഒരു വലിയ യൂണിവേഴ്സിറ്റി, കുറേ വിഭാഗങ്ങൾ പഠിപ്പിക്കുന്ന നിരവധി അധ്യാപകരുടെ നേതൃത്വത്തിൽ നിരവധി ഗുരുക്കന്മാര്, അവരുടെ കുറെ ശിഷ്യന്മാരുണ്ടാവും. ഈ ശിഷ്യന്മാരും വേറെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നുണ്ടാവും, പ്രശിഷ്യന്മാരുണ്ടാവും. ഇങ്ങനെ ഒരു വലിയ വിദ്യാർത്ഥി സമൂഹം ഓരോ പല പല മേഖലകളിൽ പഠിക്കുന്ന ആൾക്കാർ ഒരുമിച്ച് താമസിക്കണതാണ് ഒരു കുലം എന്ന് പറയും. ആ കുലത്തിന്റെ പതിയാണ് കുലപതി എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറിനോ അല്ലെങ്കിൽ വലിയൊരു ഗുരുകുലത്തിന്റെ അധിപനാണ് ശൗനക മഹർഷി. ഈ ശൗനക മഹർഷിയുടെ നേതൃത്വത്തിൽ നമ്മള് പൊതുവെ ഭാഗവതത്തിലൊക്കെ ഉപയോഗിക്കാറുള്ള വാക്ക് ശൗനകാദി ഋഷീശ്വരന്മാർ. ഈ ആദി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആദി എന്ന് വെച്ചാൽ മുതലായവർ എന്നാണല്ലോ അർത്ഥം. ശൗനകൻ മുതലായവർ. അപ്പൊ ശൗനക മഹർഷിയുടെ നേതൃത്വത്തിലുള്ള കുറെ ആൾക്കാരുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര്, പ്രശിഷ്യന്മാര്, അവരുടെ ശിഷ്യന്മാര്, ഇങ്ങനെ ആ ശൗനക മഹർഷിയുടെ ഗുരുകുലത്തിൽ വിദ്യാഭ്യാസത്തിനായിട്ട് വന്നിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും ചേർന്നിട്ടുള്ള ആൾക്കാരെ ഒരുമിച്ച് പറയുന്നതാണ് ശൗനകാദി ഋഷീശ്വരന്മാർ, ശൗനകൻ മുതലായ ആളുകൾ. ഇവരൊക്കെയാണ് സൂതനോട് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ ചോദിക്കുന്ന ശൗനക മഹർഷിയും ഒട്ടും മോശക്കാരനല്ല. അറിവ് കൊണ്ടും പാണ്ഡിത്യം കൊണ്ടും വളരെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള വളരെ ഉന്നതമായ ഒരു സ്ഥാനത്തുള്ള ആളാണ് ശൗനക മഹർഷിയും. ഉത്തരം പറഞ്ഞു കൊടുക്കുന്ന ആളോ അദ്ദേഹവും ഒട്ടും മോശക്കാരനല്ല. വേദവ്യാസന്റെ ശ്രീശോഭിരൻ മഹർഷിയുടെ ശിഷ്യനായി അവരുടെയൊക്കെ സന്തത സഹചാരിയായിട്ട് നടന്നിട്ടുള്ള ആളാണ് അവർ. രണ്ടുപേരും വളരെ ഉന്നതമായ സ്ഥലത്തുള്ള ആൾക്കാരാണ്. രണ്ടും പേരും അറിവ് കൊണ്ട് വളരെ ഉയർന്നിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ ചർച്ചയാണ് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത്. സൂതനെ പരിചയപ്പെട്ടു, ശൗനക മഹർഷിയെ പരിചയപ്പെട്ടു, ശൗനക മഹർഷിയുടെ യോഗ്യത പറഞ്ഞു, കഥാമൃത രസാസ്വാദ കുശലത്വം. ഇനി നമ്മുടെ ബാക്കിയുള്ള ശ്ലോകങ്ങളിലേക്ക് വന്നാല് അതില് കുറച്ച് ചോദ്യങ്ങളാണ് ശൗനക മഹർഷി ആദ്യം ചോദിക്കേണ്ടായത്. നമ്മളത് ഇന്നലെ അതിന്റെ അർത്ഥവും അതിന്റെ ഡീറ്റെയിലും ഒക്കെ നമ്മൾ കാണണ്ടായി.
അജ്ഞാനധ്വാന്ത വിധ്വംസ കോടി സൂര്യ സമപ്രഭ. അജ്ഞാനധ്വാന്ത വിധ്വംസം, അജ്ഞാനമാകുന്ന അറിവില്ലായ്മയാകുന്ന ഇരുട്ടിനെ ഇല്ലാതെയാക്കുന്ന കോടി സൂര്യ സമപ്രഭനം. വാസ്തവത്തിൽ ഇരുട്ടിനെ ഇല്ലാണ്ടാക്കാൻ ഒരു സൂര്യൻ തന്നെ ധാരാളമാണ്. അറിവില്ലായ്മയുടെ ഇരുട്ടിനെ ഇല്ലാതെയാക്കാൻ ഒരു സൂര്യൻ തന്നെ ധാരാളമാണ്. പക്ഷെ ഇവിടെ അങ്ങനത്തെ കോടിക്കണക്കിന് സൂര്യന്മാരെ പോലെയാണ് എന്നാണ്. ഇത് വാസ്തവത്തിൽ ഗുരുവിനെ വിശേഷിപ്പിക്കുകയാണ്. ഗുരു എന്ന തത്വത്തെയാണ് ഇവിടെ സൂതനെ പോലെ വർണ്ണിക്കുന്നത്. സൂതനെ ഗുരുവായി കണ്ടിട്ട് നമസ്കരിച്ചുകൊണ്ട് പറയുകയാണ്, ഗുരുവിന്റെ ഒരു സാന്നിധ്യം കൊണ്ട് അറിവില്ലായ്മയുടെ ഇരുട്ട് നീക്കാൻ ഒരു ഗുരു ധാരാളമാണ്, ഒരു സൂര്യൻ തന്നെ ധാരാളമാണ്. അങ്ങനെ ഇരിക്കെ അനേകായിരം സൂര്യന്മാർ, കോടിക്കണക്കിന് സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചതുപോലെ എന്ന് വെച്ചാൽ ഇനി മേലാൾക്ക് ഇരുട്ടില്ലാന്നത്ര, ഇപ്പോഴുള്ള ഇരുട്ടില്ലാതായെന്നല്ല, ഇനി ഒരിക്കലും ഇരുട്ട് ഉണ്ടാവുകയേ ഇല്ല. ആ തരത്തിൽ നമ്മൾ പൂർണ്ണമായിട്ട് നീക്കാൻ വേണ്ടിയാണ് സൂതൻ ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള അങ്ങയോട് ചോദിക്കുകയാണ്, ജ്ഞാനധ്വാന്ത വിധ്വംസ കോടി സൂര്യ സമപ്രഭ. ഇനി അദ്ദേഹത്തോട് ചോദിക്കണത് എന്താ? കഥാസാരം മമ കർണരസായനം. ഈ വാക്കിൽ നമ്മൾ പരിചയപ്പെടാനുള്ള ഒരു സാധനമുണ്ട്, കർണരസായനം. രസായനം എന്ന് പറഞ്ഞാൽ ചെവിയിലേക്ക് ഒഴിക്കുന്ന ഒരു രസായനം വേണം. രസായനം എന്നുള്ള വാക്കിന്റെ അർത്ഥം ഈ ആയുർവേദത്തിലെ ചികിത്സയ്ക്ക് എടുക്കുന്ന ഒന്നാണ് രസായന ചികിത്സ. പ്രായമൊക്കെ വളരെ കൂടിപ്പോയാൽ അത് കുറയ്ക്കാൻ പറ്റും. രസായന ചികിത്സ കൊണ്ട് ശരീരത്തിന്റെ ക്ഷതങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കി പുതിയ ആളായിട്ട് മാറ്റാൻ പറ്റുന്നൊക്കെയാണ് കഥ. അപ്പൊ രസായനത്തിന്റെ ഒരു പ്രത്യേകത, ബാക്കിയുള്ള രസായന ചികിത്സ അവിടെ ഇരിക്കട്ടെ, നമുക്ക് അറിയുന്ന ചില രസായനങ്ങൾ ഉണ്ടല്ലോ നമ്മൾ സ്പൂണിലാക്കി കഴിക്കുന്നത്. അതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അത് വായിലിടുമ്പോഴേക്കും അലിഞ്ഞ് അങ്ങനെ ഇറങ്ങിപ്പോകും. അതുപോലെ സൂതന്റെ വാക്കുകളൊക്കെ അതുപോലെയാണ്, ചെവിയിലേക്ക് അങ്ങോട്ട് വീഴുമ്പോഴേക്കും അലിഞ്ഞ് ഉള്ളിലേക്ക് അങ്ങോട്ട് പോകും. എന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ അതിനെ മനനം ചെയ്തിട്ട് ഉൾക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. അല്ലാതെ തന്നെ നമ്മുടെ ഉള്ളിൽ അത് പ്രവർത്തിക്കാനുള്ള സാമർഥ്യം സൂതന്റെ വാക്കുകൾക്കുണ്ട്. അതുകൊണ്ടാണ് സൂതനോട് അങ്ങനെ വിശേഷിപ്പിച്ചത്, മമ കർണ രസായനം. പിന്നെ ചോദിക്കുന്നത് ഭക്തി ജ്ഞാന വിരാഗങ്ങൾ. ആ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും അതിൽ നിന്നുണ്ടാവുന്ന വിവേകവും. നമ്മള് കഥ പറയുമ്പോൾ പലരും ഇവിടെ നമ്മളൊക്കെ കേൾക്കാറുള്ള ഒന്നാണ്, ഭക്തി ജ്ഞാനം വൈരാഗ്യങ്ങളെ കുറിച്ചാണ് ഭാഗവത മാഹാത്മ്യത്തിലും ഒക്കെ കഥ പറയുന്നത്. പക്ഷെ ഇവിടെ വാസ്തവത്തിൽ ചോദിക്കുന്ന ചോദ്യം ഇത് മാത്രമല്ല, ഭക്തി ജ്ഞാന വിരാഗ ആപ്തോ വിവേകോ വർദ്ധതേ മഹാൻ. വിവേകമാണ് ഇവിടെ വർദ്ധിപ്പിക്കേണ്ട വിഷയം. ഭക്തി ജ്ഞാന വിരാഗങ്ങളോടൊപ്പം വിവേകവും വർദ്ധിക്കണം. വിവേകം കൊണ്ടാണ് നമുക്കൊരു ശാസ്ത്രത്തെ പഠിക്കാൻ സാധിക്കുന്നത്, പഠിച്ചതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നത്, ജീവിതത്തിൽ ചെയ്യേണ്ടത് ചെയ്യാനും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാതിരിക്കാനുമുള്ള ബുദ്ധിയുടെ പേരാണ്, വിവേചനം ചെയ്യാനുള്ള കഴിവിന്റെ പേരാണ് വിവേകം. അപ്പൊ ചെയ്യേണ്ടത് ചെയ്യണം, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാതിരിക്കണം. ഇതില് ഏതാണ് ചെയ്യേണ്ടത് ഏതാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് തിരിച്ചറിയാൻ ഈ വിവേചന ബുദ്ധി ഉണ്ടാവാൻ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും നമുക്ക് വേണം. അത് മൂന്നും ഒരുമിച്ച് ചേർന്നിട്ട് അതിൽ നിന്ന് വർദ്ധിക്കുന്ന വിവേകം കൊണ്ട് വേണം നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതൊക്കെ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാതിരിക്കാൻ. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണല്ലോ നമ്മുടെ ജീവിതത്തെ തീരുമാനിക്കുന്നത്. ഉള്ള ജീവിതത്തെയും ഇനി വരാൻ ജീവിതങ്ങൾ ഉണ്ടെങ്കിൽ ആ ജീവിതങ്ങളെയും ഒക്കെ ബാധിക്കുന്നത്, അതിനെയൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ്. അപ്പൊ ആ കർമ്മങ്ങളുടെ പുറകിൽ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ വേണം. ഭക്തി എന്താണ്, ജ്ഞാനം എന്താണ്, വൈരാഗ്യം എന്താണെന്ന് ഈ അധ്യായത്തിന്റെ അടുത്ത ഭാഗത്ത്, അവസാന ഭാഗത്ത് നമ്മൾ കാണാനുണ്ട്. അതുകൊണ്ട് അത് ഓരോന്നും ആ വാക്കുകളും അതിന്റെ ആശയവും ഒക്കെ നമുക്ക് ആ സമയത്ത് ഇവിടെ ചർച്ച ചെയ്യുന്ന ഭക്തി എന്താണ്, ജ്ഞാനം എന്താണ്, വൈരാഗ്യം എന്താണ്, അത് ആ സമയത്ത് കാണും. അപ്പൊ ഇതാണ് ആദ്യത്തെ ചോദ്യം, ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളിൽ നിന്നുണ്ടാവുന്ന വിവേകം എങ്ങനെയാണ് വർദ്ധിക്കുക, അതിനെന്താണ് ചെയ്യേണ്ടത്. അതുപോലെ വൈഷ്ണവന്മാരായ ആളുകൾ മായാമോഹത്തെ, മായയിൽ നിന്നുണ്ടാവുന്ന മോഹം എന്നുള്ള വാക്ക് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാണ്. തെറ്റിദ്ധാരണ എന്നാണ് മോഹം എന്നുള്ള വാക്കിന്റെ അർത്ഥം. മലയാളത്തിൽ നമ്മൾ ആഗ്രഹം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ടെങ്കിലും വാസ്തവത്തിൽ ആ വാക്കിന്റെ അർത്ഥം തെറ്റിദ്ധാരണ. അതുകൊണ്ട് തെറ്റിദ്ധാരണ, മായയിൽ നിന്നുണ്ടാവുന്ന തെറ്റിദ്ധാരണ ഇല്ലാതെയാക്കാൻ വൈഷ്ണവന്മാർ എന്താണ് ചെയ്യുക. ഇവിടെ വൈഷ്ണവന്മാരെന്ന് എടുത്തു പറയാനൊരു കാരണം
ഇതിനു മുമ്പ് ഇതേ വിഷയത്തിൽ ഉമാമഹേശ്വര സംവാദമായിട്ട് പത്മപുരാണത്തിൽ ചർച്ച ചെയ്യുന്നിടത്ത് മറ്റു പല പുരാണങ്ങളുടെ മാഹാത്മ്യവും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശൈവന്മാരായ ആൾക്കാർ ശിവപുരാണവും ദേവി ഭാഗവതവും ഒക്കെ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെ വൈഷ്ണവന്മാർ ഇനി എങ്ങനെയാണ് എന്നാണ് ചോദ്യം. അതുകൊണ്ടാണ് വൈഷ്ണവന്മാർ എന്താണ് ചെയ്യണത് എന്ന് ചോദിച്ചത്. ഇനി അടുത്ത ചോദ്യമായിട്ട് ചോദിച്ചത്, ഈ കലികാലത്ത് ജീവന്മാരൊക്കെ അസുരതാം ഗത, അസുരന്മാരായി തീർന്ന സമയത്ത്, അല്ലെങ്കിൽ അസുരതാം പ്രായ, അസുരതന്മാരെന്ന് പറഞ്ഞാൽ, അസു എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ എന്നാണ്, അസുക്കൾ, അസു എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ എന്നാണ്. അപ്പൊ അസുരന്മാർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അസുഷു ഇന്ദ്രിയേഷു അല്ലെങ്കിൽ അസുഷു പ്രാണേഷു അഭിരമതേ, പ്രാണങ്ങളിൽ നമ്മുടെ ഇന്ദ്രിയ വിഷയങ്ങളിൽ അഭിരമിച്ചു കൊണ്ടിരിക്കുന്ന ആള് എന്നാണ് അസുരൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ തിന്നണം, കുടിക്കണം, കാണണം, കേൾക്കണം, രുചിക്കണം, ഇങ്ങനെ 5 ജ്ഞാന ഇന്ദ്രിയങ്ങളും 5 കർമ്മ ഇന്ദ്രിയങ്ങളും, ഈ 10 ഇന്ദ്രിയങ്ങളുടെ സുഖലോലുപത മാത്രം ലക്ഷ്യമാക്കിയിട്ട് ജീവിക്കുന്ന ആളെയാണ് അസുരൻ എന്ന് വിളിക്കുക. അപ്പൊ കലികാലത്ത് വരുമ്പോൾ ആളുകളൊക്കെ അസുരന്മാരായി തീരുകയാണ്. കാരണം മറ്റുള്ള യുഗങ്ങളിലൊക്കെ ഇത്രയധികം അസുരത്വം ഉണ്ടായിരുന്നില്ല ആളുകൾക്ക്. ഈ സമയത്താണ് അസുരത്വം കൂടുതലുള്ളത്. നമുക്കെന്നെ നോക്കുമ്പോൾ അറിയാലോ. കാരണം നമ്മുടെ നാടകങ്ങളോ നോവലോ സിനിമയോ പരസ്യമോ കഥയോ കവിതയോ എന്ത് തന്നെ ആയാലും ശരി, എല്ലാറ്റിനെയും ആത്യന്തികമായി നമ്മളോട് പറഞ്ഞു തരുന്ന ഒരേ ഒരു വിഷയമാണ് നല്ല ഭക്ഷണം, പ്രത്യേക ബ്രാൻഡഡ് ആയ ഭക്ഷണങ്ങൾ കഴിക്കൂ, ബ്രാൻഡഡ് ആയ സോപ്പും പേസ്റ്റും സ്പ്രേയും പൗഡറും ഒക്കെ ഉപയോഗിക്കൂ. അങ്ങനെ ആകുമ്പോൾ മാത്രമേ ഇണയെ ആകർഷിക്കാൻ പറ്റുള്ളൂ, ഇരയെ സ്വീകരിക്കാൻ പറ്റും. അവര് കാണിച്ചു തരുന്ന ബ്രാൻഡഡ് ആയ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഇരകളെ, കഴിക്കുന്ന ഭക്ഷണങ്ങളെ, ഇന്ന പോലുള്ള ഇര കഴിച്ചാൽ, ഭക്ഷണത്തെ കഴിച്ചാൽ നമ്മൾ വളരെ സ്റ്റാൻഡേർഡുള്ള ആളാവും. അതുപോലെ ഇന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കുക, അല്ലെങ്കിൽ ഇന്ന പോലുള്ള അപ്പിയറൻസ് ഉണ്ടാക്കിയെടുത്താൽ ഇണയെ ആകർഷിക്കാം. ഇണ ഇര, ഈ രണ്ട് വിഷയത്തിലാണ് നമ്മുടെ ലോകത്തെ ഇപ്പൊ ചിട്ടപ്പെടുത്തുന്നത്. അതാണ് അസുരത്വം. അസുരന്മാർക്ക് ഇണയും ഇരയും മാത്രമാണ് ചർച്ച ചെയ്യാനുള്ളത്. മനുഷ്യർക്കും ദേവന്മാർക്കും മറ്റുള്ള ആളുകൾക്കൊക്കെ ഇണയും ഇരയും അല്ല, അതിന്റെ അപ്പുറത്ത് ഒരു ബുദ്ധിയുണ്ട്, വിവേകമുണ്ട്, അതിലൂടെ വേറെ പലതും ചെയ്യാനുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ഒരു ചർച്ച പോലും ചെയ്യാത്ത തരത്തില് നമ്മുടെ മൊത്തം ലോകം തന്നെ ഈ ഒരു ഇണ ഇര എന്ന 2 കാര്യത്തിലേക്ക് ഒതുക്കി കൊണ്ടുവരിക. അതാണ് വളരെ ചെറുപ്പം തൊട്ടേ നമ്മൾ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കുട്ടികളുടെ ഉള്ളിലേക്ക് പമ്പ് ചെയ്ത് കയറ്റുന്നത്, ഇഞ്ചക്ട് ചെയ്ത് കയറ്റുന്നത്. അപ്പോ അവരുടെ ലോകം അതായി മാറാണ്. ജീവഹാച്ച അസുരതാം ഗത, ജീവന്മാരൊക്കെ അസുരന്മാരായി തീരുകയാണ്. അപ്പൊ അതിൽ നിന്നുണ്ടാവുന്ന ക്ലേശാക്രാന്തസ്യ, അങ്ങനെ ഉണ്ടാവുന്ന ക്ലേശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ഒരു വഴി, അതിനെന്താണ് ഞങ്ങൾ ജപിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചത്. അടുത്തൊന്ന്, ശ്രേയസാം യത് ഭവേൽ ശ്രേയ പാവനാനാം ച പാവന. ഇനി വീണ്ടും ചോദിക്കുന്നത് അതാണ്, ശ്രേയസ്കരമായതിൽ വെച്ച് ഏറ്റവും ശ്രേയസ്കരമായത്. എവിടെയും ആധ്യാത്മികത പരിചയമുള്ള ക്ലാസ്സുകളൊക്കെ കേട്ട് പരിചയമുള്ള ആളുകൾക്ക് പരിചയമുള്ള വാക്കാണ് ശ്രേയസ് എന്നുള്ളത്. പുതിയ ആൾക്കാരുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഈ ശ്രേയസ് എന്ന വാക്കിനെ പറയട്ടെ. 2 വാക്കുകളിലൂടെ മനസ്സിലാക്കാണ്ട്, ഒന്ന് ശ്രേയസ്, ഇനി ഒന്ന് പ്രേയസ്. ശ്രേയസ്സും പ്രേയസും അതിന്റെ എന്താ പറയാ, സാങ്കേതികമായ അർത്ഥം മാറ്റി വെച്ചിട്ട് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാല്, ശ്രേയസ് ആത്യന്തികമായ സുഖമാണ്, ആത്യന്തികമായ നന്മയാണ്. പ്രേയസ് തൽക്കാലത്തെ സുഖമാണ്, തൽക്കാലത്തെ മാത്രം സന്തോഷം. നല്ല മഴയത്ത് മൂടി പതിച്ച് കിടന്ന് ഉറങ്ങുന്നത് തൽക്കാലത്തെ സുഖമാണ്. എണീറ്റ് ഒട്ടും സുഖമില്ലാത്ത സാഹചര്യത്തിൽ എണീറ്റിട്ട് വെള്ളത്തിലൊക്കെ കുളിച്ചിട്ട് ആ പെരുമഴയത്ത് വണ്ടിയിലൊക്കെ കയറിയിട്ടോ നടന്നിട്ടോ ബൈക്കിൽ കയറിയിട്ടോ ഒക്കെ ജോലിക്ക് പോകുന്നത് ശാരീരികമായിട്ട് ഒരു സുഖവും ഇല്ലെങ്കിലും അത് കൂടുതൽ നന്മയ്ക്ക് വേണ്ടിയാണ്, കൂടുതൽ വലിയ സുഖത്തിന് വേണ്ടിയാണ്. തൽക്കാലത്തെ സുഖം മാറ്റി വെച്ചിട്ടായാലും കൂടുതൽ വലിയ സുഖം വേണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അത് ശ്രേയസ്സാണ്. ഇങ്ങനെ ജീവിതത്തിലെ ഏറ്റവും ശ്രേയസ്സുള്ള വിഷയങ്ങളിൽ ഏറ്റവും ശ്രേയസ്കരമായത് എന്താണ്? ശ്രേയസാം യത് ഭവേൽ ശ്രേയ. ഷുഗർ പേഷ്യന്റിന് ലഡു കാണുമ്പോൾ കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവുന്നു, ആ ലഡു കഴിക്കുന്നു, അപ്പോൾ ഒരു സുഖമുണ്ട്, അത് പ്രയാസം. പിന്നെ ഈ പ്രയാസം അനുഭവിക്കുന്നതിന്റെ ദുരിതം എവിടെ നിന്നാണ്? കാലില് വിരലില് പഴുപ്പ് വരുന്നതും അത് മുറിച്ച് കളയണതും അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് പ്രയാസം കൊണ്ടുണ്ടാകുന്ന കഷ്ടപ്പാട്. തൽക്കാലം നാവിലൂടെ കടന്നു പോകുമ്പോൾ 2 മിനിറ്റ് ആ ലഡു കടന്നു പോകുമ്പോൾ ഒരു സുഖമാണ്, അത് പ്രയാസം.
പക്ഷെ പിന്നീട് കൂടുതൽ വേദന അനുഭവിക്കേണ്ടി വരും. നേരെ മറിച്ച് ആ രോഗത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഭക്ഷണ സാധനങ്ങളെ കഴിക്കുള്ളൂ എന്ന് വെക്കുമ്പോൾ നാവിന്റെ രുചിയിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, മനസ്സിന് ചിലപ്പോൾ സങ്കടം ഉണ്ടാവും. അത് തൽക്കാലത്തെ ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടായാലും കൂടുതൽ വലിയ സുഖത്തിന് വേണ്ടിയിട്ട്, കാരണം കാല് മുറിച്ച് കളയണേക്കാൾ ഭേദമാണ് ദേശം നേരം ചില ഭക്ഷണങ്ങൾ വേണ്ടെന്ന് വെക്കുന്നത്. ഈ ഒരു ചിന്ത ശ്രേയസ്സുമായി ബന്ധപ്പെട്ട് മനുഷ്യനൊക്കെ ഉണ്ടാവേണ്ടതാണ്. അപ്പൊ ശ്രേയസ്സും പ്രേയസ്സും നമ്മുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങളെ നമുക്ക് തെരഞ്ഞെടുക്കാൻ സാധിക്കുന്ന സമയങ്ങളിലൊക്കെ, അതിപ്പോ ഭക്ഷണം കഴിക്കണത് ഒരു എളുപ്പമുള്ള ഉദാഹരണം പറഞ്ഞതാണ്. ഈ വിഷയത്തിൽ മാത്രമല്ല, ഏത് കാര്യത്തിലായാലും, ഒരു കോഴ്സ് പഠിക്കാൻ പോകുമ്പോൾ, ഒരു ജോലിക്ക് ചേരുമ്പോൾ, ഒരു വിവാഹം കഴിക്കുന്ന സമയത്ത്, ഒരു വീട് ഉണ്ടാക്കുന്ന സമയത്ത്, ഒരു ലോൺ എടുക്കുന്ന സമയത്ത്, കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങുന്ന സമയത്ത് തൊട്ടിട്ട് ഏത് സമയത്തും ശ്രേയസ് പ്രേയസ് എന്നുള്ളത് നമ്മൾ ഭൗതിക ലോകത്ത് ചർച്ച ചെയ്യണം, ചിന്തിക്കണം, അത് ആലോചിച്ചിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. അതുപോലെ ആത്യന്തികമായ ശ്രേയസ് ആധ്യാത്മികതയിലാണ് ഇരിക്കുന്നത്. അത് ആധ്യാത്മിക ശാസ്ത്ര പഠനം കൊണ്ടാണ്. ഗുരു പരമ്പര നമുക്ക് കാണിച്ചു തരുന്ന വഴിയിലൂടെ മുമ്പോട്ട് പോകുന്നിടത്താണ് ഏറ്റവും ശ്രേയസ് ഇരിക്കുന്നത് എന്ന് ഈ കുറച്ചു കാലത്തെ ഒരു അന്വേഷണം കൊണ്ട് നമുക്കത് ബോധ്യമുണ്ട്. അപ്പൊ ആ ഒരു ബോധ്യത്തിൽ ഇരിക്കുന്ന ആൾക്കാരോടാണ് ആ ആളാണ് ചോദിക്കുന്നത്, ശ്രേയസാം യത് ഭവേൽ ശ്രേയ, ഏറ്റവും ശ്രേയസ്കരമായത് എന്താണ്? എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ളത് എന്താണ്? ശ്രേയസാം യത് ഭവേൽ ശ്രേയ പാവനാനം ച പാവനം, ഏറ്റവും പുണ്യമായിട്ടുള്ള, പാവനം എന്ന് പറഞ്ഞാൽ പുണ്യം എന്നാണ്. അപ്പൊ ഏറ്റവും പുണ്യമായിട്ടുള്ളത് എന്താണോ അതും എനിക്ക് പറഞ്ഞു, ചെയ്യാവുന്ന കർമ്മങ്ങളിൽ ഏറ്റവും പുണ്യമായ കർമ്മം എന്താണ് അതും പറഞ്ഞു തരണം. ഇനി ഒരു 3 അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് പറയും. ചിന്താമണിർ ലോകസുഖം, സുരദ്രു സ്വർഗസമ്പദം, പ്രയച്ഛതി ഗുരുപ്രീതോ, വൈകുണ്ഠം യോഗി ദുർഗം. ചിന്താമണി, ഇത് ഭാരതത്തിൽ നിന്നുണ്ടായ ഒരു ചിന്ത അഥവാ കവികളുടെ ഒരു ഭാവന. അത് ഇങ്ങനെ പടർന്നു പിടിച്ചിട്ട് യൂറോപ്പിലേക്കൊക്കെ എപ്പോഴൊക്കെ എത്തിച്ചേർന്ന് ഒരു കാലത്ത് ഈ ലോകത്തിന്റെ എന്താ പറയാ, ശാസ്ത്രത്തെ തന്നെ സ്വാധീനിച്ച ഒരു വാക്കായിട്ട് മാറി ചിന്താമണി എന്നത്. ചിന്താമണി ഗൃഹന്തസ്ഥ ദേവിയുടെ സഹസ്രനാമത്തിലെ പേര് നമുക്കറിയാം. ചിന്താമണി എന്നുള്ളത് ഒരു രത്നക്കല്ലാണ്, കവിയുടെ ഭാവനയിലുള്ളതാണ്, വാസ്തവത്തിൽ ഇല്ലാത്തതാണ്. അപ്പൊ ഈ ചിന്താമണി എന്ന രത്നക്കല്ല് കിട്ടിയാൽ, അഥവാ ആ കല്ല് കിട്ടിയാൽ, രത്നാണോ എന്ന് പറയില്ല, ഇല്ലാത്തതായതുകൊണ്ട് എന്ത് വേണമെങ്കിലും പറയാം. അപ്പൊ ആ കല്ല് കിട്ടിയാൽ, ചിന്താമണി എന്ന ആ കല്ല് കിട്ടിയാൽ, അതുകൊണ്ട് തൊടുന്നതൊക്കെ സ്വർണമായി തീരുന്ന ഭാവന. അൽക്കെമി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ സങ്കല്പം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കുറെ കാലം യൂറോപ്പിലൊക്കെ ആളുകൾ ഇത് തന്നെ അന്വേഷിച്ച് നടക്കായിരുന്നു. അൽക്കെമിസ്റ്റുകളായിരുന്നു എല്ലാവരും ഒരു കാലത്ത്. ഈ അവരിലൊരു നോവൽ തന്നെയുണ്ട്. ഈ എന്താ പറയാ, അൽക്കെമി അഥവാ ചിന്താമണി, ഇതുകൊണ്ട് തൊട്ടാൽ എല്ലാം തൊടുന്നതൊക്കെ സ്വർണ്ണമാണ്. ഇങ്ങനെ സ്വർണം ആയി കിട്ടിയാൽ, ആ ചിന്താമണി കയ്യിൽ കിട്ടിയാൽ ഭൗതിക ജീവിതം വളരെ സുഖമാണ്. കാരണം എന്താ, ഇഷ്ടംപോലെ ധനം കിട്ടും. പിന്നെ സുരദ്രു സ്വർഗസമ്പദം. സുരദ്രു എന്ന് പറഞ്ഞാല് കൽപ്പക വൃക്ഷം, പാലാഴി കളഞ്ഞപ്പോ അതിൽ നിന്ന് കിട്ടിയ കൽപ്പവൃക്ഷം. അത് സ്വർഗത്തിലാണ് ഇരിക്കുന്നത്, സ്വർഗലോകത്താണ് ഇരിക്കുന്നത്, ദേവേന്ദ്രന്റെ അധീനതയിലാണുള്ളത്. അപ്പൊ ഈ കൽപ്പവൃക്ഷം നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ, കൽപ്പവൃക്ഷത്തിന്റെ അടുത്ത് എത്തിപ്പെടാൻ പറ്റുകയാണെങ്കിലോ മരണാനന്തര ജീവിതവും സുഖം. അത് കിട്ടിയാൽ മരണാനന്തര ജീവിതവും സുഖമായിത്തീരും. അപ്പൊ സുരദ്രു സ്വർഗസമ്പദം, ചിന്താമണി ലോകസുഖം. ഈ ഇഹലോകത്തും പരലോകത്തും വേണ്ടതൊക്കെ, സുഖമായിട്ടിരിക്കാൻ വേണ്ടതൊക്കെ ഈ ചിന്താമണിയും സുരദ്രുവും അഥവാ കൽപ്പവൃക്ഷവും തരും. പക്ഷേ ഗുരുവിനെ കിട്ടുകയാണെങ്കിൽ, അഥവാ ഗുരു അനുഗ്രഹിക്കുകയാണെങ്കിലോ യോഗി ദുർലഭമായ, യോഗികൾക്ക് പോലും വളരെ ദുർലഭമായിരിക്കുന്ന വൈകുണ്ഠ ലോകത്തെ അവർക്ക് പകർന്നു കൊടുക്കുന്നു. അപ്പൊ വൈകുണ്ഠ ലോകം തരാൻ പ്രാപ്തമാണ് ഈ സുരദ്രു. അപ്പൊ അതാണ് ആ 3 ഉദാഹരണങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്. സുരദ്രു സ്വർഗസമ്പത്തിനെ തരും, ചിന്താമണി ലോകസുഖത്തെ തരും. അതുപോലെ ഗുരുവിനെയാണ് കിട്ടുന്നതെങ്കിലോ, ഗുരുവിനെയാണ് ആശ്രയിക്കുന്നതെങ്കിലോ വൈകുണ്ഠത്തിലേക്ക് എത്താം. വൈകുണ്ഠം കുണ്ഠിതം ഇല്ലാത്ത സ്ഥലം എന്നാണ് അർത്ഥം. മരണാനന്തരം കിട്ടുന്നതിനെ കുറിച്ചല്ല, മുക്തി ആണ് ഇവിടുത്തെ വിഷയമായിട്ട് പറയുന്നത്. ഇത്രയും പറഞ്ഞതിന് ശേഷം സൂതൻ മറുപടി പറയാൻ ആരംഭിക്കുന്നു എന്നാണ്. സൂതനെ നമ്മൾ നേരത്തെ കണ്ടു ആരാണെന്നുള്ളത്. സൂതൻ പറയുമ്പോൾ ഒരു വാക്കും കൂടിയാണ് ഇതിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കഥയാണല്ലോ, ആ ഒരു വാക്കും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് ഈ ചർച്ച ഡിസ്കഷനിലേക്കായിട്ട് വരും. സംശയങ്ങളുണ്ടെങ്കിൽ അതിലേക്കൊക്കെ വരും. സൂതൻ പറഞ്ഞു തുടങ്ങുമ്പോൾ
ശൗനക മഹർഷിയോട് തുടങ്ങുന്നത് പ്രീതി ശൗനക ചിത്തേത്തെ ഹ്യതോ വച്മി വിചാര്യച്ച എന്ന് പറഞ്ഞിട്ട് അങ്ങക്ക് മനസ്സിന് വളരെ സന്തുഷ്ടിയുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന വാക്കുകളൊക്കെ അങ്ങക്ക് ചിന്തിച്ച് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളാണ് അങ്ങ്. അതുകൊണ്ട് സർവസിദ്ധാന്ത നിഷ്പന്നം സംസാര ഭയദാശനം, സർവസിദ്ധാന്തങ്ങളിൽ നിന്നും ഞാൻ ഇതുവരെ മനസ്സിലാക്കി വെച്ച എല്ലാ സിദ്ധാന്തങ്ങളിൽ നിന്നും, സിദ്ധാന്തങ്ങൾ പലതരത്തിലുള്ള ആശയങ്ങൾ ഓരോരോ കാലങ്ങളിലായിട്ട് ഋഷികൾ പലപ്പോഴായിട്ട് അവതരിപ്പിച്ചു വെച്ചിട്ടുള്ള പല ആശയങ്ങൾ, ഈ എല്ലാ ആശയങ്ങളുടെയും കൂടി ഞാൻ പഠിച്ച എല്ലാ ആശയങ്ങളുടെയും കൂടി ഒരു സാരം, അതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ടിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞു തരാം അങ്ങേക്ക്. അത് പഠിച്ചാലുള്ള ഗുണം എന്താ? സംസാര ഭയം ഇല്ലാണ്ടാവും. അങ്ങനെ ഒരു പ്രയോജനമുള്ള ഒരു ശാസ്ത്രത്തെ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. പറഞ്ഞു തരുമ്പോൾ തത് അഹം തേ അഭിദാസ്യാമി, അത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരുമ്പോൾ അങ്ങ് സാവധാനതയാ ശൃണു. ഈ ഒരു വാക്കും കൂടി നമ്മൾ കൂടെ ഓർത്തു വെക്കേണ്ട വാക്കാണ്. ഇതാണ് ഇന്ന് പറയാനുള്ള പ്രധാനമായിട്ടുള്ള ഒരു വാക്ക്. സാവധാനത. നമ്മൾ സാവധാനം എന്ന വാക്കും മലയാളത്തില് വേറെ അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. സാവധാനം, സ്ലോ എന്നുള്ള അർത്ഥത്തിലാണ് സാവധാനം ഉപയോഗിക്കാറുള്ളത്. സ്പീഡിൽ പോകുമ്പോൾ കുട്ടികളോടൊക്കെ പറയും സാവധാനം സാവധാനം എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ സ അവധാനം എന്ന് പറഞ്ഞാൽ ആ വാക്കിനെ പിരിച്ചു മനസ്സിലാക്കിയാൽ സ അവധാനം, അവധാനത എന്നാണ് വാക്ക്. അത് വേഗതയുമായി ബന്ധപ്പെട്ടതല്ല, സ്ലോ എന്ന് പറയുന്നതല്ല. അവധാനത എന്നുള്ള വാക്കിന്റെ അർത്ഥം ഒരു കാര്യം ഏറ്റവും ഭംഗിയായിട്ട് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുക അങ്ങനെ ചെയ്യുന്നതിനെയാണ് അവധാനത. നേരത്തെ നമ്മള് കൗശലം എന്ന വാക്ക് പറഞ്ഞ അതേ അർത്ഥം. ഇപ്പൊ കറിയിൽ ഉപ്പിടുന്നു, പാകത്തിന് ഉപ്പ്. എന്തായി പാകം? അല്ലെങ്കിൽ ഇപ്പൊ വെള്ളത്തിലിറങ്ങി നീന്തുന്ന ആൾക്കാര് ഇങ്ങനെ കൈയിട്ട് അടിച്ചാൽ മതി എന്ന് പറയും. അത് വെള്ളത്തിൽ നീന്താൻ അറിയാത്ത ആൾക്ക് ഇങ്ങനെ അടിച്ചാൽ പോകാൻ പറ്റില്ലല്ലോ. അതുപോലെ സൈക്കിൾ ഓടിക്കുക, ബൈക്ക് ഓടിക്കുക, അങ്ങനെയുള്ള കാര്യം ഇത് എങ്ങനെയാ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു എന്തോ ഒരു സംഭവം ഉണ്ട്. നമ്മുടെ ബുദ്ധിയും ശരീരവും ഒക്കെ ആയിട്ട് ഒരു സിങ്കിങ് എവിടെയോ ഒന്ന് കിട്ടാനുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് മറക്കാൻ സാധ്യമല്ല. പിന്നെ അത് അതിന്റെ രീതിയിൽ അങ്ങ് പോയിക്കോളും. നീന്താൻ പഠിക്കുന്നത് പോലെ, വാഹനം ഓടിക്കാൻ പഠിക്കുന്നത് പോലെ, അതുപോലെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഓരോ ഉപ്പ് പാകത്തിന് ഇടുന്നത് പോലെ, മുളക് പൊടി പാകത്തിന് ഇടുന്നത് പോലെ, ഇത് എങ്ങനെയാ പഠിപ്പിക്കാൻ പറ്റുക? ക്ലാസ് എടുത്തിട്ട് എത്ര ഗ്രാം വേണമെന്നൊന്നും പറഞ്ഞു കൊടുക്കാനാവില്ലല്ലോ. ഒരു പാകം വരാനുണ്ട്. അതുപോലെ ഒന്ന് ഈ ശാസ്ത്രത്തെ പഠിക്കുന്നതിനും വേണം അവധാനത. അവധാനതയുടെ പുറകിൽ കുറെ ഘടകങ്ങളുണ്ട്. ഒന്ന് മുൻ അറിവുകൾ, നമ്മൾ മുമ്പ് ആർജിച്ചെടുത്തിട്ടുള്ള അറിവുകളുണ്ട്. അതോടൊപ്പം നമ്മുടെ പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് നമ്മൾ സ്വയം മനസ്സിലാക്കിയെടുത്ത അറിവുണ്ട്. പഠിപ്പിച്ചു തന്ന ആളുകളുടെ വിശ്വാസമുണ്ട്. ഇങ്ങനെ പല ഘടകങ്ങൾ ഒരുമിച്ച് കൂടിയതിനാണ് അവധാനത ഉണ്ടാവുന്നത്. അവധാനത എന്ന ഒരു കഴിവ് ഉണ്ടായി വരുന്നത്. അപ്പൊ ആ അവധാനതയോട് കൂടിയിട്ട് വേണം അങ്ങ് ഇനി ഞാൻ പറയാൻ പോകുന്നത് കേൾക്കാൻ എന്നാണ് ശ്രീ ശൗനക മഹർഷിയോട് സൂതൻ ആവശ്യപ്പെടുന്നത്. അപ്പൊ അത് അങ്ങ് ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞ വിഷയം. അവധാനത വേണം. ഈ അവധാനതയെ തന്നെയാണ് കൗശലം എന്ന് നേരത്തെ വാക്ക് ഉപയോഗിച്ചത്. അപ്പൊ കൗശലമുള്ളയാൾക്ക് അവധാനതയും ഉണ്ടാവും എന്നാണ്. അത് രണ്ടും വേണം നമുക്ക് എന്നാണ് ഇവിടെ സൂചിപ്പിച്ച വാക്ക്. എന്നിട്ട് പറയാനായിട്ട് ആരംഭിക്കുന്നു. സൂതന്റെ ഒരു പ്രസ്താവനയോട് കൂടിയാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. ജന്മാന്തരങ്ങളിൽ ചെയ്തു വെച്ച പുണ്യത്തിന്റെ പ്രയോജനമാണ്, ഫലമാണ് ഭാഗവതം ഒരാൾക്ക് കിട്ടുന്നത്. ഇതാണ് ഭാഗവതത്തിന്റെ മാഹാത്മ്യമായിട്ട് സൂതൻ ആദ്യം പറയാനുള്ള വാക്ക്. ജന്മാന്തരേ ഭവേത് പുണ്യം. ജന്മാന്തരങ്ങളിൽ ചെയ്തു വെച്ചിട്ടുള്ള പുണ്യമാണ് ഭാഗവതം നമുക്കൊക്കെ കിട്ടിയത്. അപ്പൊ നമുക്ക് ഈ സന്ദർഭത്തിൽ ഇവിടെ ഇരുന്ന് വായിക്കാനോ അല്ലെങ്കിൽ പഠിക്കാനോ ഇതൊക്കെ ചർച്ച ചെയ്യാനോ ഒക്കെ കുറെ ആളുകൾക്ക് ഉള്ളിൽ ഒരു ചിന്ത ഉണ്ടാവുന്നുണ്ടല്ലോ. ആ ചിന്ത ഉണ്ടായ അതിനർത്ഥം നമ്മളൊക്കെ ജന്മാന്തരങ്ങളിൽ, ഈ ജന്മത്തിലോ കഴിഞ്ഞു പോയ ജന്മങ്ങളിലോ ഒക്കെ ചെയ്തു വെച്ച പുണ്യത്തിന്റെ ഫലമാണ് എന്നർത്ഥം. അത് പറയുമ്പോൾ രണ്ടു തരത്തിൽ അതിനെ സമീപിക്കാം. ഒന്ന്, ഞാൻ ജന്മാന്തരങ്ങളിൽ ചെയ്തു വെച്ച പുണ്യത്തിന്റെ ഫലമാണല്ലോ എന്നൊരു അഭിമാനം ഉണ്ടാക്കാം. അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് നമുക്കൊരു ഗർവ് ഉണ്ടാവും. ഈശ്വരൻ അനുഗ്രഹിച്ചിട്ട് നമുക്ക് ഒരിക്കലും വന്നുകൂടാത്ത ഒന്നതാണ് ആ അഹങ്കാരമാണ്. അങ്ങനെ വരരുത് ഒരിക്കലും. ഭാഗവതത്തിൽ തന്നെ രാസലീല വർണ്ണിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഗോപികമാർക്ക് പെട്ടെന്ന് കുറച്ച് സമയത്തേക്ക് ഇതുപോലെ ഞങ്ങൾക്ക് കണ്ണനെ കിട്ടി എന്ന ഒരു ചിന്ത വന്നപ്പോൾ അവരുടെ ആ ആ ചെറിയ സൂക്ഷ്മമായ ഒരു അഹങ്കാരത്തെ ഇല്ലാതെയാക്കാൻ ഭഗവാൻ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. അത്
ശരിക്കും പറഞ്ഞാൽ ആ ഒരു അഹങ്കാരം സാധനാ പാതയിൽ ഉണ്ടാവുന്ന ഈ പാമ്പും കോണിയും ഒക്കെ കളിക്കുന്ന പോലെയാണല്ലോ. സാധനയിൽ മെല്ലെ 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 ഉയർന്നു പോകുമ്പോൾ ഇടയ്ക്ക് വായ തുറന്നിരിക്കുന്ന ഒരു പാമ്പാണ്. അങ്ങനെ ഒരു അഹങ്കാരം നമുക്ക് ഉണ്ടായാൽ എനിക്ക് കിട്ടി, എനിക്കറിയാം, എനിക്ക് കഴിയും, എനിക്ക് പറ്റും എന്നുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നാൽ അത് വായ തുറന്നിരിക്കുന്ന പാമ്പ് പോലെയാണ്. നേരെ നമ്മളെ താഴേക്ക് കൊണ്ടുപോകും. അപ്പൊ അത് വരാതിരിക്കാൻ നല്ലോണം പ്രാർത്ഥിക്കണം. ജന്മാന്തരേ ഭവേത് പുണ്യം, ഞാൻ പുണ്യം ചെയ്തുകൊണ്ടാണ് എനിക്ക് കിട്ടിയത് എന്ന് ചിന്ത വരാണ്ടിരിക്കും. മറിച്ച് ഈ ഒരു ചിന്ത നമുക്ക് ഏത് ഭാവനയാണ് ഉണർത്തേണ്ടത്? സ്വാമിജി ഗുരുനാഥൻ എപ്പോഴും പറയാറുള്ള വാക്കെന്താ ഈ വിഷയത്തിൽ പറയാറുള്ളത്? നമുക്കൊക്കെ ഈ ജന്മാന്തരേ ഭവേത് പുണ്യം എന്നത് ഒരു ഉത്തരവാദിത്വ ബോധമാണ് തരേണ്ടതെന്ന്, ഒരു ഫീലിംഗ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആണ് ഉണ്ടാക്കേണ്ടത്. കാരണം നമ്മൾ തന്നെ ജന്മാന്തരങ്ങളിൽ ചെയ്തു വെച്ച പുണ്യത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. അതുകൊണ്ട് ഇനി ഇവിടുന്ന് മുമ്പോട്ട് പോകാൻ ഉള്ള ഉത്തരവാദിത്വമാണ് നമുക്കത് തരുന്നത്. അത് എന്തോ ഒരു വലിയ അനുഗ്രഹം കിട്ടി എന്നല്ല ചിന്തിക്കേണ്ടത്, വലിയൊരു ഉത്തരവാദിത്വമാണ് എന്നാണ് നമ്മളൊക്കെ ഭാവനയിൽ കാണേണ്ടത്. ആ ഒരു സങ്കല്പത്തോട് കൂടിയിട്ട് വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകും. ഇപ്പൊ ഇരിക്കുന്നത് എവിടെയാണോ ഒരു പടിയെങ്കിലും മുമ്പോട്ട് പോകാനാണ് പരിശ്രമിക്കേണ്ടത്. അങ്ങനെ പരിശ്രമിക്കാൻ വേണ്ടിയിട്ട് നമുക്കുള്ള ഓർമ്മപ്പെടുത്തലാണ് ജന്മാന്തരേ ഭവേത് പുണ്യം എന്നുള്ള വാക്ക് എന്നും കൂടിയാണ് ഈ സമയത്ത് പറയാനുള്ളത്. ഇത് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. ഇനിയിപ്പോ ഉള്ള ഭാഗങ്ങൾ എന്ന് പറഞ്ഞത് 2 സന്ദർഭങ്ങളെ കുറിച്ച് പറഞ്ഞതാണല്ലോ. ഒന്ന്, പരീക്ഷത്തിന് കഥ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ദേവന്മാര് വരികയും അമൃത കലശം ഒരു കച്ചവടത്തിനായിട്ട് വരികയും ചെയ്തു. അപ്പൊ ആ കച്ചവടത്തിന് ശുശൂബ്രഹ്മർഷിക്ക് തയ്യാറല്ലാത്തത് കൊണ്ട് അദ്ദേഹം അവരെ നോക്കി ചിരിച്ച് ദേവന്മാർക്ക് അമൃത് കൊടുത്തില്ല എന്നുള്ളത്. ഇത് ഒരു സന്ദർഭത്തെ കുറിച്ച് പറയുകയാണ്. ജന്മാന്തരേ ഭവേത് പുണ്യം എന്നതിന്റെ മഹത്വം അത് ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രംഗം കാണിച്ചതാണ്. രണ്ടാമത്, ബ്രഹ്മാവ് തൂക്കി നോക്കിയ രംഗം, അത് ഇതുപോലെ തന്നെ ഒരു സന്ദർഭം ആ പ്രസ്താവനയെ സാധൂകരിക്കാൻ വേണ്ടി പറയുകയാണ്. മറ്റുള്ള എല്ലാ സാധനങ്ങളെക്കാൾ ഉയർന്നിട്ടാണ് ഭാഗവതം എന്നുള്ളത്. ഇത് പിന്നെ എല്ലാ പുരാണങ്ങളിലും ഉള്ളതാണ്. അതിവാദം അല്ലെങ്കിൽ അതിശയോക്തി കലർത്തിയിട്ട് പറയുക എന്നുള്ള ഒരു ശൈലിയും കൂടിയുണ്ട്. ഭാഗവതമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയാൻ മറ്റുള്ളതിനെയൊക്കെ താഴ്ത്തുക. അപ്പൊ അതൊക്കെ മോശമാണെന്നൊന്നും അതിനെ അർത്ഥാക്കേണ്ടതില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ദുരർത്ഥം നമ്മളതൊന്ന് വായിച്ചെടുക്കേണ്ടത്. ഭാഗവതം ശ്രേഷ്ഠമാണ് എന്നേ അതിന് അർത്ഥം. ഇനി നിങ്ങൾക്കൊക്കെ പറയാനുള്ളതാണ്. ഇപ്പോൾ ഒന്നിച്ച് ഇങ്ങനെ ഇടകലർന്ന് പറയണ്ട. ആരെങ്കിലുമൊക്കെ ആയിട്ട് ഓരോരുത്തരായിട്ട് ചോദിക്കാനുള്ളത് ചോദിക്കാം, നമുക്ക് ചർച്ച ചെയ്യാം. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ പറയാം. പേര് പറയാം, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുള്ള ചർച്ച ചെയ്യാനുള്ള